ഹായ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ഈ ആഴ്ച കുറേ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ? ശരിയാണ്. ഓപ്പൺ എഐയുടെ പുതിയൊരു കോഡിംഗ് ഏജന്റ്, പിന്നെ മാനസ് എഐയുടെ ഇമേജ് ജനറേറ്റർ. അതെ, അതും ശ്രദ്ധിച്ചു. പിന്നെ ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് അപ്ഡേറ്റ് വരുന്നു. ഗൂഗിൾ സെർച്ചിലും മാറ്റങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിതൊക്കെ എന്താണെന്നും എങ്ങനെയാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുക എന്നും ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഓപ്പൺ എഐയുടെ കോഡെക്സ് എടുക്കാം. ChatGPTയുടെ പെയ്ഡ് വേർഷനുകളിൽ, അതായത് പ്രോ, ടീം, എന്റർപ്രൈസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന പുതിയൊരു ഫീച്ചറാണ്. എന്താണ് ശരിക്കും ഈ കോഡെക്സ്? ഇത് എന്താ പറയാ, ഒരു ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഇല്ലേ, ഉണ്ട്, അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. എന്നിട്ട് പുതിയ ഫീച്ചറുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കോഡിലെ പ്രശ്നങ്ങൾ, ബഗ്ഗുകളൊക്കെ കണ്ടുപിടിച്ചു മാറ്റാനോ ടെസ്റ്റ് എഴുതാനോ ഒക്കെ ഇതിനോട് പറയാം. ഓ, അപ്പോൾ നമ്മൾ പറയുന്ന ടാസ്ക് അത് ചെയ്യും. അതെ, അതും ഒരു സുരക്ഷിതമായ ക്ലൗഡ് എൻവിറോൺമെന്റിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ കോഡ് പുറത്തു പോകില്ല. പിന്നെ ഇതിന് വേറെ ഇന്റർനെറ്റ് ആക്സസോ മറ്റ് API ഒന്നും വേണ്ട. അത് കൊള്ളാം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള മോഡല് അത് എത്രത്തോളം വിശ്വസിക്കാം? ഇതിന് പിന്നിൽ കോഡെക്സ് 1 എന്ന മോഡലാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടി തന്നെ പ്രത്യേകം ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഓപ്പൺ എഐ പറയുന്നത് ഏകദേശം 75% വരെ കൃത്യതയുണ്ടെന്നാണ്. 75%? അപ്പൊ മുഴുവനായിട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല? ഇല്ല, തീർച്ചയായും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. പിന്നെ ചെറിയ സിമ്പിൾ ടാസ്കുകൾ ചെയ്യാൻ ഒരു കോഡെക്സ് മിനിയും ഉണ്ട്. അത് ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ തന്നെ റൺ ചെയ്യാം. അപ്പൊ അത് ലോക്കലായിട്ട് ഉപയോഗിക്കാം? അതെ. ടാസ്ക് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിന്റെ ലോഗ്, റെഫറൻസ് എല്ലാം റെപ്പോസിറ്ററിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ChatGPT ഒരു വർക്ക് സ്പേസ് പോലെയാകുന്നു. പലതരം ഏജന്റുകൾ ഓരോ പണിയെടുക്കുന്നു. ശരിയാണ്. അങ്ങനെ ഒരു ദിശയിലേക്കാണ് ഓപ്പൺ എഐ പോകുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാനസ് AI, ചൈനയിൽ നിന്നുള്ള ഈ ഇമേജ് ജനറേറ്റർ, ഇത് സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ലെന്ന് കേട്ടല്ലോ. അതെ, അത് ശരിക്കും വ്യത്യസ്തമാണ്. ഇതൊരു വിഷ്വൽ പ്രോബ്ലം സോൾവർ എന്നല്ല അവർ പറയുന്നത്. വിഷ്വൽ പ്രോബ്ലം സോൾവർ അതെന്താണ്? അതായത് നിങ്ങളൊരു നിർദ്ദേശം കൊടുത്താൽ, ഉദാഹരണത്തിന് ഒരു കാറ്റലോഗ് ഡിസൈൻ ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ അത് വെറുതെ ഒരു ചിത്രം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? കാറ്റലോഗ് ആണോ, പരസ്യമാണോ, റൂം ലേഔട്ട് ആണോ? അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ലേഔട്ട്, സ്റ്റൈല്, പുതിയ ട്രെൻഡുകൾ ഒക്കെ നോക്കിയിട്ട്. ഓഹോ, അപ്പോൾ ഒരു ഡിസൈൻ ടീം ആലോചിക്കുന്ന പോലെയാണോ? ഏകദേശം അതെ. പല കഴിവുകളുള്ള ഏജന്റുകൾ ഒരു ടീം പോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് തരുന്നത്. ഉൽപ്പന്ന ക്യാമ്പയിനുകൾ, ആർക്കിടെക്ചർ, ഡിസൈൻ മോക്കപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. കൊള്ളാം. പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുമോ? ഇല്ല, ഇത് ക്ലോസ്ഡ് ബീറ്റയിലാണ്. അതായത് ക്ഷണം കിട്ടിയ കുറച്ചു പേർക്ക് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ഇനി ആന്ത്രോപിക്കിലേക്ക് വരാം. അവരുടെ ക്ലൗഡ് മോഡൽ ഒരു വലിയ അപ്ഡേറ്റ് വരുന്നു എന്ന് കേൾക്കുന്നു. ക്ലൗഡ് 3.8 അല്ലെങ്കിൽ 4 ആകാം. നെപ്റ്റ്യൂൺ എന്നൊരു കോഡ് നെയിമും കേട്ടു. അതെ. അതിലെ പ്രധാന കാര്യം യഥാർത്ഥ ഏജന്റിക് സ്വഭാവമാണ്. ട്രൂ ഏജന്റിക് ബിഹേവിയർ. അതെന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? നമ്മളൊരു ടാസ്ക് കൊടുത്താൽ പിന്നെ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഇൻപുട്ട് വേണ്ടിവരില്ല. ആ മോഡലിന് സ്വയം പ്രശ്നം മനസ്സിലാക്കാനും അതിനൊരു പ്ലാൻ ഉണ്ടാക്കാനും ആവശ്യമുള്ള ടൂൾസ് ഉപയോഗിക്കാനും ഡാറ്റ കണ്ടുപിടിക്കാനും കോഡ് റൺ ചെയ്യാനും എന്തിന് ഇടയ്ക്ക് തെറ്റുപറ്റിയാൽ സ്വയം തിരുത്തി മുന്നോട്ടു പോകാനും കഴിയും. ഇത് GPT-4 ചെയ്യുന്ന പോലെയുണ്ടല്ലോ. സാമ്യമുണ്ട്. പക്ഷെ ആന്ത്രോപിക് ഒരു പക്ഷേ കുറച്ചുകൂടി സുതാര്യത തന്നേക്കാം. അതായത് ഈ മോഡൽ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലെത്തിയതെന്ന് ഡെവലപ്പർമാർക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. അത് നല്ലതാണ്. പിന്നെ സെർച്ച് ചെയ്യാനും ഡാറ്റാബേസുകളുമായും മറ്റ് APIകളുമായും ഒക്കെ കണക്ട് ചെയ്തു പ്രവർത്തിക്കാനുള്ള കഴിവും മെച്ചപ്പെടുത്തുന്നുണ്ട്. ഈ സെർച്ചും AIയും എന്ന വിഷയം വരുമ്പോഴാണ് ഗൂഗിളിന്റെ കാര്യം വരുന്നത്. ChatGPT പോലുള്ളവ ഗൂഗിൾ സെർച്ചിന് ഭീഷണിയാണോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടല്ലോ. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ പറയുന്നത് ഇതൊരു മാറ്റത്തിന്റെ ഘട്ടമാണെന്നാണ്. ഗൂഗിൾ അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 1.5 ബില്യൺ ആളുകൾ ഗൂഗിൾ സെർച്ചിൽ ജെമിനി പവർ ചെയ്യുന്ന AI ഓവർവ്യൂസ് കണ്ടുകഴിഞ്ഞു. ആഹാ, ആ സംഗ്രഹങ്ങൾ. അതെ, അത് വെറും സംഗ്രഹം മാത്രമല്ല, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും ആ വിഷയത്തിൽ ആഴത്തിലേക്ക് പോകാനും സഹായിക്കുന്നുണ്ട്. ഗൂഗിൾ ഒരു AI മോഡ് കൊണ്ടുവരുന്നു എന്നും കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അത് സെർച്ചിനെ ഒരു സംഭാഷണം പോലെയാക്കും. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, AI ഉത്തരം തരുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ചേർക്കാം, ചോദ്യം മാറ്റാം.
അങ്ങനെ ഒരു ചാറ്റ് പോലെ സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് റിസൾട്ട് പേജ് തന്നെ ഒരു ചാറ്റ് ബോട്ട് പോലെയാകും. ഒരു തരത്തിൽ അതെ. പക്ഷെ ഗൂഗിളിനൊരു വെല്ലുവിളിയുണ്ട്. ആപ്പിൾ അവരുടെ സഫാരി ബ്രൗസറിൽ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായി ഗൂഗിളിന് പകരം വേറെ ഏതെങ്കിലും AI വെക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്ത ഗൂഗിളിനെ ചെറുതായി കൊണ്ട് ബാധിച്ചു. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അതിന്റെ പ്രതിഫലനം കണ്ടു. ശരിയാണ്. പക്ഷേ സുന്ദർ പിച്ചെ പറഞ്ഞ പോലെ മുൻപ് മൊബൈൽ സെർച്ച് വന്നപ്പോഴും ടിക്ടോക്ക് പോപ്പുലർ ആയപ്പോഴും ഇതുപോലുള്ള ആശങ്കകളുണ്ടായിരുന്നു. അതെ, അന്നും ഗൂഗിൾ അതിനെ തരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും സെർച്ചിനെ കൂടുതൽ സ്മാർട്ടും സംഭാഷണപരവുമാക്കി ഇതിനെ നേരിടാനാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഓപ്പൺ AI, മാനസ്, ആന്ത്രോപിക്, ഗൂഗിൾ എല്ലാവരും AIയെ കൂടുതൽ കഴിവുള്ള സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏജന്റുകളാക്കാനുള്ള ഓട്ടത്തിലാണ്. ശരിക്കും അതെ. ഈ മുന്നേറ്റങ്ങളൊക്കെ നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെയും ജോലിയെയും ഒക്കെ എങ്ങനെ മാറ്റുമെന്ന് കാത്തിരുന്ന് കാണണം. നമ്മളിന്ന് സംസാരിച്ച ഈ പുതിയ ഏജന്റുകളിൽ OpenAI കോഡെക്സ്, മാനസ് AI, ആന്ത്രോപിക് ക്ലോഡ്, ഗൂഗിളിൻ്റെ AI സെർച്ച്, ഇതിൽ ഏതിനായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു.